ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്റ്റെയർ ഡിസീസ് എന്നതാണ്. എന്താണ് സ്റ്റെയർ ഡിസീസ്? സ്റ്റെയർ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി മുമ്പൊരു കോടതി ഡിസൈഡ് ചെയ്ത അതേ മാറ്റർ വീണ്ടും ഒരു കോടതി അത് പരിഗണിക്കുന്നതിനെയാണ് സ്റ്റെയർ ഡിസീസ് എന്ന് വിളിക്കുക. കർണാടക ഹൈക്കോടതി ഒരു കേസ് വന്നപ്പോൾ ഇന്ന റീസൺ കൊണ്ട് ഇന്നൊരു ഡിസിഷൻ കൊടുത്തു. അപ്പോ എന്റെ അടുത്ത് ഒരു കേസ് വരുമ്പോൾ ഞാൻ കേരള ഹൈക്കോടതിയിലാണ്. അപ്പൊ ഞാൻ എന്ത് പറയാനാണ്? സ്റ്റെയർ ഡിസീസ് ഐ മേക്ക് ജഡ്ജ്മെന്റ് അപ്ലൈയിങ് ദി സ്റ്റെയർ ഡിസീസ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി സ്റ്റെയർ ഡിസീസ് ഓഫ് ദി ജഡ്ജ്മെന്റ് ഓഫ് കർണാടക ഹൈക്കോർട്ട്. കർണാടക ഹൈക്കോർട്ടിലെ ആ ഡിസിഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഇവിടെയും ഞാൻ അതേ ഡിസിഷൻ കൊടുക്കുന്നു. അപ്പൊ സ്റ്റെയർ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ദി ടേം സ്റ്റെയർ ഡിസീസ് ഒറിജിനേറ്റ്സ് ഫ്രം ലാറ്റിൻ. ലാറ്റിൻ ടേം ആയിട്ടുള്ള സ്റ്റെയർ ഡിസീസ് എന്നത് ഒരു ലാറ്റിൻ ടേം ആണ്. ഓക്കെ, ഇറ്റ് മീൻസ് അബൈഡ് ബൈ തിങ്സ് ഡിസൈഡഡ്. ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. നേരത്തെ ഒരു കോടതി ഡിസൈഡ് ചെയ്ത അതേ കാര്യം ഈ കേസിലും നമ്മൾ അത് ഫോളോ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ദി ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസ് ഇസ് യൂസ്ഡ് ബൈ ഓൾ കോർട്സ് ഇൻ ഓൾ കേസസ്. എല്ലാ കോടതികളും എല്ലാ കേസിലും ഈ ഒരു ഡോക്ട്രിൻ യൂസ് ആക്കാറുണ്ട്. കാരണം ഓരോ കേസിന്റെ അകത്തും പുനർപരിശോധന നടത്തി ജഡ്ജ്മെന്റിലോട്ട് എത്താറില്ല കോടതികൾ. അതേ സിമിലർ ആയിട്ടുള്ള ഇഷ്യൂ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും കോടതി പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ആ കോടതി എന്താണോ കണ്ടെത്തിയ ഫൈൻഡിങ്സ്, ആ കോടതി എന്ത് ജഡ്ജ്മെന്റ് ആണോ കൊടുത്തത് അതിനെ സിമിലർ ആക്കിക്കൊണ്ട് ഇവിടെയും ഡിസൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസ് ആണ്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് ദി സുപ്രീം കോർട്ട് പാസ് എ ജഡ്ജ്മെന്റ് ആൻഡ് ഇറ്റ് ബിക്കംസ് എ പ്രസിഡന്റ്. നമുക്കറിയാം, സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് കൊടുത്താൽ അത് നിയമമാണ്. ദെൻ ആസ് പെർ ദി ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസ് ദി ലോവർ കോർട്ട് മസ്റ്റ് ഫോളോ എ സച്ച് എ ജഡ്ജ്മെന്റ്. അപ്പോ ഈ ഡോക്ട്രിൻ പ്രകാരം ഒരു ലോവർ കോടതികൾക്ക് ആ ഒരു ജഡ്ജ്മെന്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് സെക്ഷുവൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ഉള്ള ആളുകൾക്ക് വർക്ക് പ്ലേസിൽ സെക്ഷുവൽ ഹരാസ്മെന്റ് നടത്തിയ ആളെ 35 വർഷം ശിക്ഷിക്കണം ഇന്ന കാരണം കൊണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് വെറുതെ ഇമാജിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സെഷൻസ് കോടതിയിൽ ഈ മാറ്റർ തന്നെയാണ് സെക്ഷുവൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസിൽ നടന്നിട്ടുള്ള ഒരു മാറ്റർ. അപ്പോൾ ഈ മാറ്റർ വരുമ്പോ എന്ത് ചെയ്യും? സെഷൻസ് കോടതി ഇയാളെയും 35 വർഷം ശിക്ഷിക്കാൻ വിധിക്കും. എന്തുകൊണ്ടാണ്? ബേസ്ഡ് ഓൺ ദി സ്റ്റെയർ ഡിസീസ്. കാരണം ഈ മാറ്റർ ഓൾറെഡി സുപ്രീം കോടതിയിൽ ഇതുപോലെ ഒരു മാറ്റർ വന്നപ്പോൾ സുപ്രീം കോടതി അങ്ങനെ ഒരു ഡിസിഷൻ കൊടുത്തതാണ്. അപ്പൊ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു മാറ്റർ ലോവർ കോടതി വന്നപ്പോൾ ലോവർ കോടതി അതുപോലെ കൊടുക്കും. അപ്പോ നേരത്തെ വിധിച്ചു പോയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിന്റെ സർക്യൂംസ്റ്റൻസസ് ഫാക്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സെയിം രണ്ടാമത്തതിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റെയർ ഡിസീസ് എന്ന് പറയുക. ഈ സ്റ്റെയർ ഡിസീസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. അതിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്റ്റെയർ ഡിസീസ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ ഉള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താ ഗുണങ്ങൾ? സ്റ്റെയർ ഡിസീസ് ഉള്ളതുകൊണ്ട് ദി ഡോക്ടറിൻ ഓഫ് സ്റ്റെയർ ഡിസീസ് റെഡ്യൂസസ് ദി നീഡ് ഫോർ സക്സസീവ് ലിറ്റിഗേഷൻ ആൻഡ് ഇറ്റ് ഫർദർ സേവ്സ് ടൈം ആൻഡ് എനർജി ഓഫ് ദി ജുഡീഷ്യറി. പല ആവർത്തി ലിറ്റിഗേഷൻ നടത്തേണ്ട ഒരു ആവശ്യം കുറച്ചു തരുന്നു ഈ ഒരു ഡോക്ടറിൻ ഉള്ളത് കൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സുപ്രീം കോടതിയിൽ ഇതുപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കേസ് വന്നിട്ടുണ്ട്, കോടതി ഒരു ജഡ്ജ്മെന്റ് കൊടുത്തതാണ് എങ്കിൽ ഹൈക്കോടതികളിൽ ഈ കേസ് വരുമ്പോൾ വീണ്ടും ഇത് ഫുള്ള് കേട്ട് ഇതിന്റെ ഡിസിഷൻ ഇന്നത് കൊണ്ട് ഇന്ന ഡിസിഷൻ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന് സിമിലർ ആയിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ വന്നതെങ്കിൽ ആ ഡിസിഷൻ അങ്ങ് ഇവിടെ കൊടുത്താൽ പോരെ. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്? സക്സസീവ് ആയിട്ടുള്ള ലിറ്റിഗേഷൻസ് ഒഴിവാക്കാൻ പറ്റും, കോടതിയുടെ സമയവും ആരോഗ്യവും കൂടുതലായിട്ട് സംരക്ഷിക്കാൻ പറ്റും. ഇതൊരു ഗുണമാണ്. രണ്ടാമത്തത് പ്രഡിക്റ്റബിലിറ്റി എന്ന എലമെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ജുഡീഷ്യറി എപ്പോഴും പ്രഡിക്റ്റബിൾ ആയിരിക്കും. ഇപ്പൊ ഞാനൊരു കേസിലെ വിക്ടം ആണെങ്കിൽ എന്റെ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. എന്റെ ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആണ്, ആര് പറഞ്ഞാലും ഡിപ്പെൻഡബിൾ അല്ല, സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പൊ എന്റെ ഭാഗത്ത് ഞാൻ പ്രോപ്പർ വിക്ടം ആയതുകൊണ്ട് എന്റെ തെളിവുണ്ട്, അപ്പൊ എന്റെ കൂടെ കോടതി നിൽക്കും, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന പ്രഡിക്റ്റബിലിറ്റി എല്ലാ കേസിലും എല്ലാവർക്കും കിട്ടണം. സത്യസന്ധമാണെങ്കിൽ പ്രഡിക്റ്റബിലിറ്റി കിട്ടണം. അപ്പൊ ഈ പ്രഡിക്റ്റബിലിറ്റി സ്റ്റെയർ ഡിസീസ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ ഉണ്ടെങ്കിൽ പ്രഡിക്റ്റബിലിറ്റി കിട്ടാൻ റീസൺ ആവും. കാരണം ഇതിന് സിമിലർ ആയിട്ടുള്ള കേസ് ഇതിനു മുമ്പ് കോടതി നടന്നിട്ടുണ്ട്, കോടതി അതിൽ ഡിസൈഡ് ചെയ്തത് നല്ല അനുകൂലമായിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതേ കേസിലും അതേ ഡോക്ടറിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതേ കേസ് ജഡ്ജ്മെന്റ് ഇവിടെയും ഫോളോ ചെയ്യും ബേസ്ഡ് ഓൺ ദി സ്റ്റെയർ ഡിസീസ്. സ്റ്റെയർ ഡിസീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കേസിനകത്ത് കോടതി വിധിച്ച അതേ കാര്യം ഇവിടെയും അപ്ലൈ ചെയ്യും. അപ്പൊ എനിക്ക് നീതി കിട്ടും. നേരത്തെ കേസിനകത്ത് എന്നെ പോലെ ഒരാൾക്ക് നീതി കിട്ടിയതാണ്. അപ്പോ സ്റ്റെയർ ഡിസീസ് ഇവിടെ ഫോളോ ചെയ്താൽ എനിക്കും നീതി കിട്ടും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ആളുകൾക്ക്. അപ്പൊ പ്രഡിക്റ്റബിലിറ്റി കൂടുതലായിട്ട് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ സ്റ്റെയർ ഡിസീസ് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് സെർട്ടേണിറ്റി ഉണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാകും, സ്റ്റെബിലിറ്റി ഉണ്ടാകും. കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവും. ഓരോ കോടതികളും ഓരോ ഡിസിഷനിലോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും അവ്യക്തതകളോ കാര്യങ്ങളോ വരാം.
അതേസമയം ഒരു കോടതി കൃത്യമായ ഫൈൻഡിങ്സിലോടുകൂടി ഒരു കൺക്ലൂസീവ് മാനർ ജഡ്ജ്മെന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഇതിന് സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ ബാക്കിയുള്ള കോടതികൾ പഴയ കോടതിയുടെ ജഡ്ജ്മെന്റ് ഫോളോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, കാരണം ആ ഒരു ജഡ്ജ്മെന്റിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും, സെർട്ടേണിറ്റി ഉണ്ടാവും. ഒരു കോടതിയിൽ ഒരു മാറ്റർ, വേറെ കോടതിയിൽ വേറെ മാറ്റർ, അങ്ങനെ സ്പ്ലിറ്റ് ആയി പോവുകയോ അൺസ്റ്റേബിൾ ആയി പോവുകയോ ചെയ്യില്ല. ഇത് മൂന്നുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്, പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി ആൻഡ് സെർട്ടേണിറ്റി ഉണ്ടാകും, പ്രഡിക്റ്റബിൾ ആയിരിക്കും എപ്പോഴും, അതേപോലെ തന്നെ സക്സസീവ് ലിറ്റിഗേഷന്റെ ആവശ്യകത കുറക്കും. സക്സസീവ് ലിറ്റിഗേഷൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് മൂന്നുമാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഇറ്റ് മേ ലീഡ് ടു ദി പ്രിസർവേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് സർട്ടൻ കേസസ് വിച്ച് മൈറ്റ് ഹാവ് ബീൻ ജഡ്ജഡ് റോങ്ലി. തെറ്റായി പറഞ്ഞു പോയ ജഡ്ജ്മെന്റിനെ പ്രിസർവ് ചെയ്തു വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇൻ കേസ് സുപ്രീം കോടതിക്ക് തെറ്റ് പറ്റൂല എന്ന് വല്ലതും ഉണ്ടോ? കോടതിക്ക് എപ്പോഴും തെറ്റ് പറ്റാം. സുപ്രീം കോടതി പറഞ്ഞ മാറ്ററിൽ തെറ്റ് പറ്റിയതും ഇപ്പോ സുപ്രീം കോടതിക്ക് ഡോക്ട്രിൻ ഓഫ് ഓവർ റൂളിംഗ് എന്ന് പറഞ്ഞ ഡോക്ട്രിൻ ഉണ്ട്, അത് വെച്ച് കോടതി തിരുത്തും. ഗോലക്നാഥിന്റെ വിഷയത്തിൽ കോടതി പറഞ്ഞ ജഡ്ജ്മെന്റ് അല്ല കേശവാനന്ദ ഭാരതി പറഞ്ഞത്, ശങ്കരി പ്രസാദി പറഞ്ഞതല്ല മറ്റേ ഗോലക്നാഥി പറഞ്ഞത്, എ കെ ഗോപാലനിൽ പറഞ്ഞതല്ല മേനകാ ഗാന്ധിയുടെ കേസിൽ പറഞ്ഞത്. അപ്പൊ കോടതികൾക്ക് തെറ്റ് പറ്റാം, അല്ലെങ്കിൽ കോടതികൾ തിരുത്താറുണ്ട്. അപ്പൊ ഒരു തവണ ജഡ്ജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സിമിലർ ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സിലും അതേ ജഡ്ജ്മെന്റ് ഫോളോ ചെയ്യണം, വിത്തൗട്ട് ലുക്കിംഗ് പ്രോപ്പർലി. അടുത്തടുത്ത കോടതികൾ ആ വിഷയങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ സെയിം അത് ഫോളോ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, ഇൻ കേസ് ഫസ്റ്റ് പറഞ്ഞ ജഡ്ജ്മെന്റ് തെറ്റാണെങ്കിൽ എന്ത് പറ്റിപ്പോവും? എല്ലാ കോടതികൾക്കും തെറ്റി പോകൂലേ? തെറ്റിനെ പ്രിസർവ് ചെയ്യുന്ന രീതി ഉണ്ടായിപ്പോവും. അപ്പൊ സ്റ്റെയർ ഡിസീസ് അപ്ലൈ ചെയ്താല് മേൽക്കോടതി പറഞ്ഞൊരു ഡിസിഷൻ സിറ്റുവേഷൻസ് സെയിം ആണെങ്കിൽ താഴെയുള്ള കോടതികൾക്ക് എടുക്കാൻ പറ്റും എന്നൊരു ഡോക്ടറിന് ഫോളോ ചെയ്താല് പ്രിസർവേഷൻ ഓഫ് റോങ്ങിനെ പ്രിസർവ് ചെയ്യുന്ന രീതി ഉണ്ടാവും. ഓക്കെ. രണ്ടാമത്തത്, ദി ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസ് ഓൾസോ കൺസിഡേഴ്സ് എ ഡോക്ട്രിൻ ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി പ്രിൻസിപ്പൽസ് ഓഫ് ഡെമോക്രസി സിൻസ് ഇറ്റ് അലൗസ് അൺഎലക്ടഡ് ജഡ്ജ് ടു മേക്ക് ലോ ത്രൂ ദിയർ ജഡ്ജ്മെന്റ്സ്. അതെ, ഇൻ കേസ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ് അല്ല എലക്ടഡ് അയക്കുന്നത് എങ്കിൽ അവരൊരു ലോ എങ്ങാനും ഡിസിഷനിൽ മേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവര് പ്രോപ്പർ അധികാരികളല്ല. അങ്ങനെയും പറ്റാലോ. ജഡ്ജിമാരെ എലക്ട് ചെയ്യുന്ന വിഷയങ്ങളിലും എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. ഇൻ കേസ് ഒരു ജഡ്ജ് അങ്ങനെ കൃത്യമല്ലാതെ അൺഎലക്റ്റഡ് ആയിട്ട് ഒരു ജഡ്ജ് വന്നിട്ട് ജഡ്ജ് ഒരു ലോ മേക്ക് ചെയ്ത് പോയി, അപ്പൊ പിന്നെ പുള്ളിക്കാരൻ ശരിക്കും ഒരു ജഡ്ജല്ല, പുള്ളിനെ ചില കുറച്ചാളെ പുറത്താക്കിയിട്ടുണ്ടാവും. നമ്മൾ ഈ ഡോക്ടറിനെ ഫോളോ ചെയ്താൽ എന്ത് പറ്റും? പുള്ളിക്കാരൻ പറഞ്ഞ ജഡ്ജ്മെന്റ് ബാക്കിയുള്ള എല്ലാ കാലത്തും ഫോളോ ചെയ്യപ്പെടും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ഒരു ഡെമോക്രസിയുടെ പ്രിൻസിപ്പൾസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നടക്കുന്നത്. അപ്പൊ ആ രീതിക്ക് നോക്കുമ്പോഴും ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസ് പാടില്ല എന്നതാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. മൂന്നാമത്തത്, സംടൈംസ് ദി ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസ് ഇസ് അപ്ലൈഡ് ഇൻ എ ബയാസ്ഡ് മാനർ ബൈ എ പർട്ടിക്കുലർ ജഡ്ജ് ഇൻ ഓർഡർ ടു അമെൻഡ് ദി പ്രസിഡൻസ് റിഗാർഡിംഗ് വിച്ച് ദേ മൈറ്റ് ഹാവ് എ ഡിസെൻഡിങ് ഒപ്പീനിയൻ. ചില സമയത്തൊക്കെ ബയാസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരാൻ ചാൻസ് ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ജഡ്ജ്മെന്റ് പറയുന്ന സമയത്ത് ബയാസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ജഡ്ജിമാർക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് ബാക്കിയുള്ള ജഡ്ജിമാർ ഫോളോ ചെയ്തു വന്നു കഴിഞ്ഞാൽ അവരും ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ല ഫോളോ ചെയ്തു പോകുന്നത്. അപ്പൊ ഓരോ കേസിന്റെ അകത്തും ഈ സ്റ്റെയർ ഡിസീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ തെറ്റ് പറ്റിയത് ഇങ്ങനെ നിലനിന്ന് പോകും. അത് റോങ് പ്രിസർവ് ആയി പോകുന്നതും ബയാസ്ഡ് ആയിട്ടുള്ള കാര്യം ഇതിങ്ങനെ പോകുന്നതും പിന്നെ അൺഎലക്റ്റഡ് ജഡ്ജുകൾ പറഞ്ഞു പോകുന്ന ജഡ്ജ്മെന്റ് ഇങ്ങനെ നിലനിന്ന് പോകുന്നതൊക്കെ ഇഷ്യൂസ് ആണ്. ഇതെല്ലാമാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാനുള്ളത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സക്സസീവ് ലിറ്റിഗേഷൻ ഒഴിവാക്കാൻ പറ്റും, പിന്നെ ജുഡീഷ്യറി പ്രഡിക്റ്റബിൾ ആകും, ഒപ്പം തന്നെ സർട്ടനിറ്റി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും, അഷ്വർ ചെയ്യാൻ സാധിക്കും. അപ്പൊ സ്റ്റെയർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൈഡ് ബൈ ദി തിങ്സ് ഡിസൈഡഡ്, ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്, വീണ്ടും ആ ഒരു കേസ് കുത്തിപ്പൊക്കി അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഒരു ഓപ്പറേഷൻ നടത്തി വീണ്ടും വിശദീകരണം നടത്താതെ ഓൾറെഡി സിമിലർ ആയിട്ട് ഫാക്ടുകൾ ഉള്ള കേസിൽ ഒരു കോടതി ഡിസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഡിസിഷൻ ഇവിടെയും കൊടുക്കുക. ഇവിടെ പിന്നെ ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷനിലോട്ട് വേറൊരു റീസണിങ് എത്തിയിട്ട് ഒരു ഡിസിഷനിലോട്ട് എത്താതെ അബൈഡ് ബൈ ദി തിങ്സ് ഓൾറെഡി ഡിസൈഡഡ് എന്നാണ് ഈ കോൺസെപ്റ്റിലൂടെ എന്ത് ചെയ്യുന്നത്, വിവരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഹിയർ വി കൺക്ലൂഡ്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.